കൊച്ചി എന്ന് പറഞ്ഞ ചിത്രം തീർച്ചയായിട്ടും ഒരു വ്യത്യസ്തമുള്ള ഒരു ചിത്രമാണ്. നാദൃഷിക്കാന്റെ ഓരോ പടവും വ്യത്യസ്തമായിട്ടുണ്ട്. പിന്നെ ഇതില് സിറ്റുവേഷന് പറ്റിയ കോമഡിയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. ഇതില് ഒരു സന്ദേശമാണ് നൽകിയിരിക്കുന്നത്. യുവതലമുറയെ കുറിച്ചുള്ള ഇപ്പോഴത്തെ യുവതലമുറയ്ക്ക് ഒരു ബോധവൽക്കരണം നടത്തുന്ന രീതിയിലുള്ള ഒരു ചിത്രം കൂടിയാണ്. തീർച്ചയായിട്ടും എല്ലാത്തരം പ്രേക്ഷകർക്കും കാണാൻ പറ്റിയ പടം. അത് വിചാരിച്ച ഞാൻ റാഫി നാദർശ കൂട്ടുകെട്ട് എന്നൊക്കെ പറഞ്ഞപ്പോ ഒരു കോമഡി പടം പ്രതീക്ഷിച്ചു. പക്ഷെ ഇത് കോമഡി അല്ല, ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. നല്ല രീതിയിൽ കണ്ടിരിക്കാവുന്ന ഒരു പടം. അതായത് മയക്കുമരുന്ന് ആ സംഭവങ്ങളൊക്കെ ആയിട്ടാണ്. എന്തായാലും കുഴപ്പമില്ല. അപ്പൊ സെക്കൻഡ് ഹാഫ് തുടങ്ങി ഇതില് ട്വിസ്റ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ സെക്കൻഡ് ഹാഫില് കോമഡീസും നന്നായിട്ട് വരുന്നുണ്ട്. അർജുൻ അശോകനൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും വാച്ചബിൾ ആണ്. കൊള്ളാം, നല്ല മൂവിയാണ്. കാണൂ, എല്ലാവരും കാണൂ. നമ്മള് ലഹരി മാഫിയയെ കുറിച്ചിട്ടുള്ള ഒരു നല്ലൊരു സബ്ജക്റ്റ് ആണ്. ഒരു പുതിയൊരു വെറൈറ്റി പ്രമേയം ഇന്ന് നടക്കുന്ന ലഹരി മാഫിയയിൽ നിന്ന് നമ്മളെ ജനറേഷൻ എല്ലാവർക്കും കാണാൻ പറ്റിയ നല്ലൊരു മൂവിയാണ്. കോമഡി, കുറച്ച് കോമഡി ഉണ്ട്. മെയിനായിട്ട് അതിന്റെ സബ്ജക്റ്റ് ആണ് എന്താണെന്നുള്ളത് ആണ് അതിനകത്ത് മെയിനായിട്ട് കാണിക്കുന്നത്. അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഫാമിലിക്ക് അല്ല, ഒരു എന്റർടൈൻമെന്റ്, ഒരുപാട് എന്റർടൈൻമെന്റ് നല്ല നമ്മുടെ എന്റർടൈൻമെന്റും ഉണ്ട്. പക്ഷെ ഇത് മെയിനായിട്ട് നമ്മുടെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. സാധാരണ കോമഡി സിനിമകളാണ് ചെയ്യുന്നത്, പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വേറൊരു ജനറലായിട്ട് ആ പടം ചെയ്തിരിക്കുന്നത് ഗംഭീരമാണ്. ഫാമിലി ആയിട്ടൊന്ന് കാണുക. ഞാൻ അഭിനയിച്ചോണ്ട് ഒന്നും പറയാനില്ല. പുതിയൊരു നായകനെ മലയാള സിനിമയ്ക്ക് കിട്ടി. സന്തോഷം. എല്ലാം നല്ല വർക്ക് ആയിട്ടുണ്ട്. അവിടെ കുറച്ച് ചിരികളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും തിയേറ്ററിലൊന്ന് കാണണം. എന്നാലും നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. നല്ല നല്ല എക്സ്പീരിയൻസ്. പിന്നെ അങ്ങനെ സീല് കാണുമ്പോ തോന്നണ്ട അച്ഛനും മകനോ തോന്നുന്നുണ്ടോ? സന്തോഷമുണ്ട്, കുറെ സന്തോഷമുണ്ട്. എല്ലാരും തിയേറ്ററിൽ പോയി പടം കാണാം, സപ്പോർട്ട് ചെയ്യാ, അത്രേ ഉള്ളൂ. കാണുമ്പോൾ നല്ല രസമുണ്ട്. ഇപ്പൊ എല്ലാവരുടെയും കൂടെ കാണാൻ പറ്റിയ ഒരുപാട് സന്തോഷം. അത്രേ ഉള്ളൂ. കണ്ടിട്ട് ഇപ്പൊ ഇറങ്ങിയിട്ടേ ഉള്ളൂ. ആൾക്കാർ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നതെന്ന് ഇതുവരെ അറിയില്ല. പക്ഷെ തിയേറ്ററിൽ നല്ല റെസ്പോൺസ് ആയിരുന്നു. ഞാൻ ആ പോർഷൻ ഒരുപാട് ഡബ് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ചിരിച്ചതാണ്. അപ്പൊ അതൊക്കെ തിയേറ്ററിൽ ഒരുപാട് വർക്ക് ആയതിൽ സന്തോഷം.